ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്നു. രാജ്യ തലസ്ഥാനമായ ടെഹ്റാനിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിൽ തെരുവ് യുദ്ധം തുടരുകയാണ്. പോലീസ് വെടിവയ്പിലും സംഘർഷങ്ങളിലുമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45 ഉയർന്നു. സംഘർഷം രൂക്ഷമായതോടെ ഇറാൻ സർക്കാർ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. 2000-ലധികം പേർ കസ്റ്റഡിയിലുള്ളതായാണ് സൂചന. 12 ദിവസം മുൻപ് സാമ്പത്തിക തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന പ്രക്ഷോഭമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാർ കേന്ദ്രീകരിച്ചു തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ രാജ്യത്തെ 250ഓളം സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. പലയിടങ്ങളിലും പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നേരിട്ട് വെടിയുതിർക്കുന്നതാണെന്ന് ആരോപണമുണ്ട്. ഹ്യൂമൻ റൈറ്റ് ഏജൻസികളുടെ കണക്കനുസരിച്ച് ഇതുവരെ 8 കുട്ടികളടക്കം 45 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പുറം ലോകം വിവരങ്ങൾ അറിയാതിരിക്കാൻ ഇന്റർനെറ്റിന് പൂർണ്ണ നിരോധനമാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ടെഹ്റാനിൽ ഇന്നലെ രാത്രി വൈകിയും വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രതിഷേധം ലോകശ്രദ്ധ നേടാതിരിക്കാനും ആസൂത്രണം തടയാനുമായി ഇറാൻ സർക്കാർ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും കർശന നിയന്ത്രണമുണ്ട്. കഴിഞ്ഞ വർഷമുണ്ടായ സാമ്പത്തിക ഉപരോധവും റിയാലിന്റെ മൂല്യം ഇടിഞ്ഞതുമാണ് ജനങ്ങളെ തെരുവിൽ ഇറക്കിയത്. ഇറാനിൽ ജനകീയ പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടെ മധ്യപൂർവേഷ്യയിൽ യുദ്ധസന്നാഹങ്ങൾ ശക്തമാക്കി അമേരിക്ക. ഇറാന്റെ അയൽരാജ്യമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിലേക്ക് അമേരിക്ക തങ്ങളുടെ കൂറ്റൻ ബോയിംഗ് ടാങ്കർ വിമാനങ്ങൾ എത്തിച്ചുവെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 11 ദിവസമായി ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭം അക്രമാസക്തമായതോടെയാണ് ഭരണകൂടം കടുത്ത നടപടികളിലേക്ക് കടന്നത്. സാമ്പത്തിക മാന്ദ്യത്തിനും വിലക്കയറ്റത്തിനുമെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വാർത്താവിനിമയ ബന്ധങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഇന്റർനെറ്റ് സേവനങ്ങളും ലാൻഡ് ലൈൻ കണക്ഷനുകളും വിച്ഛേദിച്ചതിന് പുറമെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ജാം ചെയ്യാനും അധികൃതർ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് തടയാനാണ് ഈ നീക്കം. ഭരണകൂടത്തിന്റെ നീക്കത്തിൽ നാടുകടത്തപ്പെട്ട ഇറാൻ കിരീടാവകാശി റസ പല്ലവി ഇറാൻ ഭരണകൂടത്തിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചു. ദശലക്ഷക്കണക്കിന് ഇറാനികൾ സ്വാതന്ത്ര്യത്തിനായി തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. ജനങ്ങളെ നിശബ്ദരാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിലെ ഈ അസ്ഥിരതയ്ക്കിടയിലാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലേക്കുള്ള അമേരിക്കൻ നീക്കം ശ്രദ്ധേയമാകുന്നത്. ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്ന സാഹചര്യം മുതലെടുത്ത് മേഖലയിൽ ഉണ്ടാകാനിടയുള്ള ഏത് അപ്രതീക്ഷിത നീക്കത്തെയും നേരിടാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന ടാങ്കർ വിമാനങ്ങളുടെ സാന്നിധ്യം ദീർഘദൂര ആക്രമണങ്ങൾക്കുള്ള അമേരിക്കയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഒരു വശത്ത് ജനതയുടെ പ്രതിഷേധത്താൽ ഇറാൻ ഭരണകൂടം വിയർക്കുമ്പോൾ മറുവശത്ത് അത് മുതലെടുക്കാൻ എന്നവണ്ണം അമേരിക്കൻ പടക്കപ്പലുകളും വിമാനങ്ങളും ഗൾഫ് മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഡെൻമാർക്കിന്റെ അതിർത്തിയിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ അധികാരികളിൽ നിന്ന് ഉത്തരവുകൾക്കായി കാത്തുനിൽക്കാത്ത സൈനികർ ഉടൻ വെടിവെപ്പ് ആരംഭിക്കുമെന്ന് ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം. അമേരിക്ക ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും അതിനായുള്ള സൈനിക നടപടികളും ആലോചിക്കുന്നതിനിടെയാണ് ഡെൻമാർക്കിന്റെ മുന്നറിയിപ്പ്. വിദേശ ശക്തി ഡാനിഷ് പ്രദേശത്തെ ഭീഷണിപ്പെടുത്തിയാൽ ആജ്ഞകൾക്ക് കാത്തുനിൽക്കാതെ പട്ടാളക്കാർ ആദ്യം വെടിവെക്കണമെന്ന് വ്യക്തമാക്കുന്ന 1952 ശീതയുദ്ധകാലത്തെ ഒരു നിർദ്ദേശമാണ് ഇത് എന്ന് മന്ത്രാലയം അറിയിച്ചതായി ഡെൻമാർക്കിലെ പ്രാദേശിക പത്രമായ ബെർലിംഗ് റിപ്പോർട്ട് ചെയ്തു. 1940 ഏപ്രിലിൽ നാസി ജർമ്മനി ഡെൻമാർക്കിനെ ആക്രമിച്ചപ്പോൾ ഉണ്ടായ പ്രത്യാഘാതങ്ങളുടെ ഫലമായി സൃഷ്ടിക്കപ്പെട്ട നിർദ്ദേശമാണിത്. അന്നത്തെ ആക്രമണം ഈ സ്കാൻഡിനേവിയൻ രാജ്യത്ത് ആശയവിനിമയത്തിൽ ഭാഗികമായ തകർച്ചയ്ക്ക് കാരണമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ നിർദ്ദേശം നിലവിൽ വന്നത്. ഗ്രീൻലൻഡിലെ ഡെൻമാർക്കിന്റെ സൈനിക അധികാരിയായ ജോയിന്റ് ആർട്ടിക് കമാൻഡാണ് ദ്വീപിന് നേരെ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രവൃത്തികളാണ് ആക്രമണമായി കണക്കാക്കേണ്ടത് എന്ന് അന്തിമമായി വിലയിരുത്തുക. ഡെൻമാർക്കിന്റെ ഭരണത്തിന് കീഴിലുള്ള ഗ്രീൻലാൻഡിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ണുവച്ചതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന വരുന്നത്. ആവശ്യമെങ്കിൽ ഗ്രീൻലാൻഡ് ബലമായി ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഡെൻമാർക്കിന്റെ തീരങ്ങളിലെ റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം കാരണം ഈ ആർട്ടിക് പ്രദേശം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്നാണ് ട്രംപിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിന് മേൽ അധികാരം സ്ഥാപിക്കേണ്ടത് നിർണായകമാണ് എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഗ്രീൻലൻഡിലെ താമസക്കാർക്ക് നേരിട്ട് പണം നൽകി ഡെൻമാർക്കിൽ നിന്ന് വേർപെടാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങൾ ആരോപിച്ച് ഗ്രീൻലൻഡിനെ പിടിച്ചെടുത്ത് അമേരിക്കയോട് ചേർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾക്കിടയിലാണ് ഈ റിപ്പോർട്ട് വരുന്നത്. വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരും മറ്റു ഉയർന്ന US ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചകളിൽ ഗ്രീൻലാൻഡിനെ US നിയന്ത്രണത്തിലാക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ദീർഘകാല നീക്കത്തിന്റെ ഭാഗമായുള്ള സാധ്യതകളിൽ ഒന്നായാണ് ഈ ആശയം ഉയർന്നു വന്നത് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഈ ആശയം
ഗ്രീൻലാൻഡിലെയും യൂറോപ്പിലെയും നേതാക്കളിൽ നിന്ന് കടുത്ത എതിർപ്പിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിവരം. റിപ്പോർട്ട് അനുസരിച്ച് ഡെൻമാർക്കിൽ നിന്ന് വേർപെടുന്നതിനും അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നതിനും ഗ്രീൻലാൻഡുകാരെ പ്രേരിപ്പിക്കാൻ US ഉദ്യോഗസ്ഥർ ഒരുമിച്ചുള്ള പേയ്മെന്റുകൾ വാഗ്ദാനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നത്. ഓരോ വ്യക്തിക്കും $10,000 $1,00,000 ഇടയിലുള്ള തുകയാണ് ചർച്ചയായത് എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ നിർദ്ദേശം തയ്യാറായിട്ടില്ല എന്നാണ് വിവരം. ഇത്തരം പേയ്മെന്റുകളുടെ നിബന്ധനകളും അവയുടെ സംവിധാനങ്ങളും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എങ്കിലും നിലവിലെ ചർച്ചകൾ താൽക്കാലികമാണ് എന്നും ചില വലിയ ചർച്ചകളുടെ ഭാഗമാണ് ഇത് എന്നും വ്യക്തമാണ്. എന്നാൽ ഗ്രീൻലാൻഡിലെ 57,000 ആളുകൾക്ക് നേരിട്ട് നഷ്ടപരിഹാരം നൽകാനുള്ള ആശയം നിലവിൽ ഒരു നിർദ്ദേശം മാത്രമാണ് എന്നാണ് സൂചന. ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികളിൽ നിന്നും സമിതികളിൽ നിന്നും പിന്മാറാനുള്ള അമേരിക്കൻ തീരുമാനത്തിൽ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ശക്തമായ ഖേദം പ്രകടിപ്പിച്ചു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം ലോകക്രമത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രകാരം സാമ്പത്തിക വിഹിതം നൽകാൻ എല്ലാ അംഗരാജ്യങ്ങൾക്കും നിയമപരമായ ബാധ്യതയുണ്ട് എന്ന് ഗുട്ടറസ് ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും കരാറുകളിൽ നിന്നും പിന്മാറാനുള്ള ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് UNന്റെ പ്രതികരണം. ഇതിൽ 31 എണ്ണം ഐക്യരാഷ്ട്രസഭയുമായി നേരിട്ട് ബന്ധമുള്ള സമിതികളാണ്. UN പോപ്പുലേഷൻ ഫണ്ട്, ഇന്റർനാഷണൽ ലോ കമ്മീഷൻ, ഇന്റർനാഷണൽ ട്രേഡ് സെന്റർ, പീസ് ബിൽഡിംഗ് കമ്മീഷൻ തുടങ്ങി നിർണായകമായ ഏജൻസികളിൽ നിന്നാണ് അമേരിക്ക പിന്മാറുന്നത്. കഴിഞ്ഞ വർഷം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും യുനെസ്കോയിൽ നിന്നും അമേരിക്ക പിന്മാറിയിരുന്നു. അമേരിക്കയുടെ പിന്മാറ്റം ദൗർഭാഗ്യകരമാണെങ്കിലും തങ്ങളെ ആശ്രയിക്കുന്ന ജനതയ്ക്ക് വേണ്ടി തങ്ങളുടെ ദൗത്യങ്ങളുമായി ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് പോകുമെന്ന് സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റീഫൻ ഡുജാറിക് വ്യക്തമാക്കി. അംഗരാജ്യങ്ങൾ നൽകുന്ന വിഹിതം കേവലം ഒരു സഹായമല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.